ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ വഴുതന കൃഷിയാണ്. നമ്മളൊരു 3 വെറൈറ്റി വഴുതന 3 ചട്ടിയിലായിട്ട് നട്ടിരിക്കുകയാണ്. ഏകദേശം 3 എണ്ണത്തിലും അതിൻ്റെ വിളവ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് 3 ചട്ടിയിൽ 3 തൈ മേടിച്ച് നട്ടിരിക്കുകയാണ്. ആ 3 തൈയും 3 കളർ വഴുതനങ്ങയാണ്. ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി വഴുതനങ്ങ. ഇത് കണ്ടോ, നല്ല പച്ചയിൽ നല്ല ബോള് ആകൃതിയിലുള്ള ഏകദേശം ഇത് വിളവെടുക്കാറായ ഒരു വഴുതനങ്ങയാണ്. അതുപോലെ ഇത് ഇവിടെ അടുത്ത തയ്യയിലും അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വഴുതനങ്ങ ഇനമാണ്. അതുപോലെ ഇത് നമുക്ക് തോരൻ വെക്കാനോ വറുത്തരച്ച് ചാറ് വെക്കാനോ ഒക്കെ പറ്റുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് വഴുതന. അതുപോലെ അടുത്ത നമ്മുടെ വെറൈറ്റിയാണ് വയലറ്റിൽ നീളമുള്ള സൈസ് വഴുതനങ്ങയാണ്. ഇത് നല്ലവണ്ണം വളവും വെള്ളവും ഒക്കെ കൊടുത്താൽ ഇതുപോലെ കുലയായിട്ട് ഇത് കണ്ടോ, ഒരെണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നുണ്ടോ, ഒരു കുലയിൽ തന്നെ 3 വഴുതനങ്ങ ഇതുപോലെ കുലയായിട്ടുണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെടികളൊക്കെ വെക്കുന്നതിലും ഭംഗിയായിട്ട് ഇതൊക്കെ വീട്ടുമുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ പച്ചക്കറി പറിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഒരു വഴുതന ഇനമാണ് വയലറ്റ് വഴുതന. വയലറ്റ് നീളമുള്ള വഴുതനയാണ് ഇത്. അടുത്തത് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുലയായി ഇത് കണ്ടോ, ഇതിൽ 1, 2, 3 കായ ഉണ്ടാവും ഒരു കുലയിൽ തന്നെ. അതുപോലത്തെ നീളമുള്ള, ഇത് നീളമായി വരുന്നതേ ഉള്ളൂ, നീളമുള്ള പച്ച വഴുതനയാണ്. ഇങ്ങനെ 3 വെറൈറ്റി വഴുതനങ്ങയാണ് നമ്മളിപ്പം കൃഷി ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ ഇതൊന്ന് കൃഷി ചെയ്ത് നോക്കിയതാണ് ഇത് വിളവ് എങ്ങനെയാകുമെന്ന്. കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ്. ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് ചോട്ടിൽ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഈ 4 ഐറ്റം ഒന്നിച്ചാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചാണകപ്പൊടിയും ഒക്കെ കൊടുക്കുന്നത് ഏത് വളം കൊടുത്താലും അതിൻ്റെ കൂടെ നമ്മൾ ചാണകപ്പൊടി അത്യാവശ്യമായിട്ട് കൊടുക്കണം. അത് ചെടികൾക്ക് നല്ലവണ്ണം വളർച്ചയ്ക്ക് നല്ല ഗ്രോത്തിനും ഒക്കെ കാരണമാകും. അതുപോലെ തന്നെ വേപ്പ് പൊടി കൊടുക്കുന്നത് നമ്മുടെ ചെടികളിലെ കീടങ്ങളുടെ ശല്യം കൂടുതൽ വരാതിരിക്കാനും അതുപോലെ ചെടിയുടെ വേരുകൾ നശിച്ചു പോകാതെ ചീഞ്ഞു പോകാതെ ഒക്കെ ഇരിക്കാനുമാണ് നമ്മൾ വേപ്പ് പൊടി കൊടുക്കുന്നത്. അതുപോലെ വേപ്പ് പൊടി ചെടികളിൽ കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. ചെടികളുടെ കേടുകളൊക്കെ വരാതെ ചെടികളെ സംരക്ഷിക്കാൻ നമുക്ക് ആ ഒരു വളം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 1 വീതം അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ ഇലകളിലൊക്കെ വേപ്പെണ്ണ മിശ്രിതം, അതായത് വേപ്പെണ്ണ, ഒരടപ്പ് വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്തേക്ക് 1-2 തുള്ളി സോപ്പ് ഓയിൽ ഒഴിച്ച് ഇതിൻ്റെ മേളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുഴുക്കളും അതുപോലെ തണ്ടുതുരപ്പൻ പുഴുക്കളും ഒന്നും വരാതെ ഈ ചെടികളെ സംരക്ഷിക്കാൻ നമുക്ക് അത് ഏറ്റവും നല്ലതാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കുറച്ച് പച്ചക്കറിയെങ്കിലും വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.